നമസ്കാരം. മനുഷ്യരാണ് ട്രംപേ, മൃഗങ്ങളല്ല ഇന്ത്യക്കാർ. ഒന്നും രണ്ടുമല്ല, 50 ഇന്ത്യൻ ചോര സിരകളിലോടുന്ന മനുഷ്യരെയാണ് കേവലം നായ്ക്കളെ പോലെ ചങ്ങലയിൽ ബന്ധിച്ച് ട്രംപ് നാട് കടത്തിയിരിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയെത്തുന്നവർ, പലവിധ കാരണങ്ങൾ കൊണ്ട് ചതിക്കപ്പെട്ടവർ, ജോലി നഷ്ടമായി, രേഖകൾ നഷ്ടമായി, വഴിയാധാരമായി പോയ മനുഷ്യർ, അങ്ങനെ ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ട്രംപ് നടത്തിക്കൂട്ടുന്ന ഏറ്റവും കിരാതവും പൈശാചികവുമായ നെറികേടിന്റെ പേരാവുകയാണ് അമേരിക്കയുടെ അനിയന്ത്രിത കുടിയേറ്റ നിയന്ത്രണം. US അനധികൃത കുടിയേറ്റക്കാരായി എത്തിയ 50 ഇന്ത്യക്കാരെ കൂടി US നാടുകടത്തി. ഹരിയാനക്കാരാണ് US നാടുകടത്തിയ ഏറ്റവും പുതിയ സംഘത്തിലുള്ളത്. എന്നാൽ ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ പലർക്കും വിമാനയാത്രയിൽ 25 മണിക്കൂർ വരെ കാലിൽ ചങ്ങല ധരിക്കേണ്ടി വന്നു എന്നാണ് ട്രംപിന്റെ മനുഷ്യത്വരഹിത പെരുമാറ്റത്തിന്റെ അവസാന ഉദാഹരണം. 25 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവരാണ് നാടുകടത്തപ്പെട്ടവരിൽ ഏറെ. 35 മുതൽ 57 ലക്ഷം രൂപ വരെ ഏജന്റുമാർക്കു നൽകി കബളിക്കപ്പെട്ടവരാണ് പലരും. ഹരിയാനയിൽ എത്തിച്ച ഇവരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്ക് അയച്ചു എന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷം ആദ്യം US അധികൃതർ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി യുവാക്കളെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം രാജ്യത്തെ നിയമനിർവഹണ ഏജൻസികൾ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചു. ഒരു രാജ്യത്ത് വ്യക്തമായ രേഖകൾ കൈവശമില്ലാതെ താമസിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന, അനുവദിക്കാൻ കഴിയാത്ത നടപടി തന്നെയാണ് എന്നു കരുതി മനുഷ്യരെ മനുഷ്യത്വം തൊട്ടു തീണ്ടാതെ നാടുകടത്തുന്ന ട്രംപിന്റെ രീതി പരിഷ്കാരികളുടെ അമേരിക്കയുടെ കാടത്തം എന്ന് തന്നെ പറയേണ്ടി വരും. കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും വേർതിരിച്ച് തടവറകളിൽ അടച്ചു വെച്ചത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന ക്രൂരമായ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ട്രംപിലെ ചെകുത്താന്റെ ഏറ്റവും നെറുകെട്ട ഉദാഹരണങ്ങളെന്ന് ലോകം മുഴുവൻ വിളിച്ച സംഭവങ്ങളായി. എന്നിട്ടും സമാധാനത്തിനുള്ള സമ്മാനത്തിന് കയ്യും നീട്ടി ചെന്ന ഉളിപ്പില്ലായ്മയെ തൊലിക്കട്ടി എന്ന് മാത്രം ആണ് വിളിക്കാൻ കഴിയുന്നത്. ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന പേരിൽ അദ്ദേഹം പല രാജ്യങ്ങൾക്കും നേരെ ആധിപത്യം പുലർത്താൻ ശ്രമിച്ചു. ലോകത്ത് മറ്റനേകം രാജ്യങ്ങളിലും ട്രംപിന്റെ നിലപാട് അപകടകരമായ ഉദാഹരണമായി മാറി. യൂറോപ്പിലും ഏഷ്യയിലും ചില വലതുപക്ഷ നേതാക്കൾ പോലും അദ്ദേഹത്തിന്റെ രീതികൾ അനുകരിക്കാൻ തുടങ്ങി. ദേശസുരക്ഷ എന്ന പേരിൽ മത, വർഗ, ജനവിഭാഗ വിരുദ്ധ നിയമങ്ങൾ പാസാക്കുന്നതിന് ട്രംപിന്റെ നയം അവർക്കൊരു പ്രചോദനമായി. അതിലൂടെ ലോകം കൂടുതൽ വിഭജനത്തിലേക്കും അസഹിഷ്ണുതയിലേക്കും നീങ്ങി. കുടിയേറ്റം ഒരു ആഗോള പ്രതിഭാസമാണ്. യുദ്ധങ്ങൾ, ദാരിദ്ര്യം, കാലാവസ്ഥാ മാറ്റം തുടങ്ങിയവയാണ് അതിന് പ്രധാന കാരണം. ഇതിനെ നിയന്ത്രിക്കുന്നതിന്റെ പേരിൽ മനുഷ്യരെ പീഡിപ്പിക്കുകയല്ല പരിഹാരം. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും നീതിയും മാത്രമാണ് പ്രശ്നപരിഹാരത്തിന്റെ വഴി എന്നത് ട്രംപ് തിരിച്ചറിയാതെ അദ്ദേഹത്തിന്റെ നയങ്ങൾ ലോകം മുഴുവൻ അറപ്പോടെ, വെറുപ്പോടെ കണ്ട ചെയ്തികളായി മാറി. അമേരിക്കയുടെ പഴയ പാരമ്പര്യമായിരുന്ന ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന വിശ്വാസം ട്രംപ് തകർത്തു തരിപ്പണമാക്കി. കുടിയേറ്റക്കാരാണ് അമേരിക്കയുടെ സാമ്പത്തിക ശക്തിക്കും സാംസ്കാരിക സമൃദ്ധിക്കും കാരണമായത്. പക്ഷേ ട്രംപിന്റെ നയങ്ങൾ ആ മൂല്യങ്ങളെ തന്നെ തള്ളിക്കളഞ്ഞു. കുടിയേറ്റക്കാരെ കുറ്റവാളികളാക്കുന്ന രാഷ്ട്രീയ പ്രചരണം, ആ സമൂഹത്തോടുള്ള അവിശ്വാസം വളർന്നു. ഇതിലൂടെ അദ്ദേഹം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ അപകടത്തിലാക്കി. ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്നത് മത, ഭാഷ, വർഗം എന്നിവയെ അതിജീവിക്കുന്ന മനുഷ്യ സൗഹൃദ രാഷ്ട്രീയം. ട്രംപിന്റെ സമീപനം അതിന് പ്രതിവിരുദ്ധമാണ്. രാജ്യങ്ങളുടെ അതിർത്തികൾ മതിൽ കെട്ടി അടയ്ക്കുക, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇതുവഴി പരിഹരിക്കാനാവില്ല. മറിച്ച് അത് കൂടുതൽ തീവ്രതയും ദുരന്തങ്ങളുമായിരിക്കും സൃഷ്ടിക്കുന്നത്. മനുഷ്യരെ കേവലം മൃഗങ്ങൾക്ക് തുല്യരാക്കി ചങ്ങലയിലും കയറിലും ബന്ധിച്ചു നാടുകടത്തി ലോക പോലീസ് കളിക്കുന്ന ട്രംപ് കാണിക്കുന്ന തോന്നിവാസം ഇന്ത്യയിലെ ജനങ്ങളോട് കാണിക്കുമ്പോൾ അതിൽ ഓരോ ഇന്ത്യക്കാരന്റെയും ചോര തിളയ്ക്കും. ഇന്ത്യയോടുള്ള വ്യക്തിവൈരാഗ്യം കൂടി ഇന്ത്യൻ ജനതയോട് ഇത്തരത്തിൽ ട്രംപ് അമേരിക്കയിൽ കാണിച്ചു കൂട്ടും. ഇനി ഇന്ത്യക്കാരൻ എന്നല്ല, ഏത് രാജ്യക്കാരനാണെങ്കിലും ട്രംപെ മനുഷ്യരോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ട്രംപിനെതിരെ ഒന്നിച്ചു നിന്നാൽ ട്രംപിന് കേവലം പുഴുവിനോളം മാത്രമേ ഭൂമിയിൽ വലിപ്പമുള്ളൂ എന്ന് മറക്കരുത്.